കേരളത്തിൻ്റെ യുവത്വത്തിൻ്റെ പടനായകൻ ഈറാപ്പ് സംഗീതം പാടുന്ന വേടനല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മയുടെ ഫോട്ടോ ആണല്ലോ നൽകിയത്. അമ്മയുടെ ഫോട്ടോ എങ്ങനെ കിട്ടി? അമ്മ എൻ്റെ കൂടെ കുറച്ചു കാലം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. രണ്ട് കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഒന്ന്, മതം പഠിപ്പിക്കുന്ന മാനുഷിക പരിഗണന അല്ലെങ്കിൽ മനുഷ്യത്വം എന്നുള്ള ആ ഒരു കാര്യം. രണ്ട്, മതം തലക്കടിച്ച് ഭ്രാന്തായിട്ട് എന്ത് കാണുമ്പോഴും അതൊരു വൃത്തികെട്ട മനോഭാവമായിട്ട് വർഗീയതയുടെ കണ്ണുകളിൽ മാത്രം കാണാൻ കഴിയുന്ന മധുസാറിനെ പോലെയുള്ള കുറെ എണ്ണങ്ങൾ. ഈ യുവാക്കളുടെ ഒന്നും ആരുമല്ല വേടൻ എന്നാണ് ആള് പറയുന്നത്. താങ്കളുടെ കാര്യം പറയുക. താങ്കളുടെ ആരുമല്ല വേടൻ ഞങ്ങൾക്കറിയാം. കാരണം വേടന്റെ വരികളിലെ തമ്പുരാനാണ് താൻ. അത് താങ്കളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. എല്ലാവർക്കും വേണ്ടി സംസാരിക്കരുത്. താങ്കൾക്ക് വേണ്ടി സംസാരിക്കുക. RSSന്റെ മുഖപത്രത്തിൽ നിങ്ങൾ എഴുതി കൂട്ടിക്കൊള്ളൂ. പക്ഷെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ഇങ്ങനെ ഛർദ്ദിച്ചിടുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ സ്ഥാനം അങ്ങ് ചവറ്റുകുട്ടയിലേക്ക് തന്നെ വന്നു വീഴും എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് വേടന്റെ അമ്മയെ കുറിച്ച് സംസാരിക്കാം. വേടന്റെ അമ്മ എൻ്റെ കൂടെ കുറച്ചു നാൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, സത്യം പറയട്ടെ, അവരുടെ സ്ഥാനം ഇപ്പോ മലയാളികളുടെ ഹൃദയത്തിന്റെ അകത്താണ്. ആ ഒരു വീഡിയോ കണ്ട ഏതൊരു മനുഷ്യനും മനസ്സിനുള്ളിൽ ഒരു വിങ്ങൽ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ വിങ്ങലുകൾക്ക് അപ്പുറത്ത് ഒരുപാട് കാടത്തര സ്വഭാവമുള്ള ആളുകൾ വളരെ മോശപ്പെട്ട രീതിയിൽ പ്രതികരിച്ചിരുന്നു. ക്രൂരന്മാരായിട്ടുള്ള ഒരുപാട് എണ്ണം. അവരെയും നമുക്ക് ചൂണ്ടിക്കാണിക്കണം. നമുക്ക് എന്തായാലും ഈ വീഡിയോ ഒന്ന് കാണാം. കാണാത്തവരുണ്ടാവും, കണ്ടവരും ഉണ്ടാകും. എല്ലാവരും ഒന്ന് കാണുക. അമ്മയായിട്ട് നല്ലൊരു സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു ബന്ധമാണ്. അപ്പോൾ അവൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നതും ആ ഫോട്ടോ കൊടുക്കുന്നതും. അത് അവനക്ക് ഭയങ്കര സന്തോഷമാവെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നതാണ്. അമ്മയുമായിട്ട് വലിയൊരു സൗഹൃദം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് കൊണ്ടുവന്നു എന്ന് പറയുന്നത്. പല ആളുകളും കമന്റ് ബോക്സിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, വേലക്കാരിയാണ് എന്ന് അവർ പറഞ്ഞില്ല, അവനെ നാണം കെടുത്തിയില്ല എന്നുള്ളത്. നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്? വേലക്കാരി. ഏതൊരു ജോലിക്കും അതിൻ്റെതായ മഹത്വവും മഹാത്മ്യവും ഒക്കെ ഉണ്ട് എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. അതില്ലാതെ പോയത് വലിയ മോശമാണ്, വളരെ മോശമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എല്ലാവരും പറയുന്നു വേലക്കാരിയാണ് എന്ന വാക്ക് മറച്ചു വെച്ചല്ലോ എന്നുള്ളത്. അപ്പൊ ആ ഒരു ജോലി ചെയ്യുന്ന ആളുകളെ നിങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത്? അങ്ങനെ ജോലി ചെയ്ത് കുടുംബം നോക്കുന്ന ആളുകളെ നിങ്ങൾ മോശക്കാരാണെന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചു വെച്ചിട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ അവര് അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്നു, അതൊന്നും പുറത്ത് പറഞ്ഞില്ല എന്നുള്ളൊരു ഭാവത്തോടു കൂടിയാകും. അതൊരു തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ഇവിടെയുള്ള മനുഷ്യന്മാർക്കൊക്കെ ഒരു വേറെ രീതിയിലുള്ള ഒരു പൊതുബോധം ഉണ്ടാക്കിയെടുക്കാൻ ഒരു കാരണമാകും. വേലക്കാരി എന്നതൊരു മോശമാണ് എന്നുള്ളത് അതൊരിക്കലും ഉപയോഗിക്കരുത്. ഇവർ പറഞ്ഞത് ഒരു സൗഹൃദം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് നിന്നിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം വെച്ച് തരുന്നത് നിങ്ങളുടെ അമ്മമാരാവുമല്ലോ അല്ലെ? ഈ അമ്മമാർ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്. അതിനെ നമ്മളൊരു വേലക്കാരി എന്ന രീതിയിൽ നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല, അമ്മ എന്ന രീതിയിലാണ് കാണുന്നത്. അതെന്തുകൊണ്ടാണ്? അത് അമ്മ എന്ന വാക്കിന് നമുക്ക് അത്ര അധികം ഇഷ്ടമുള്ളത് കൊണ്ടും നമ്മുടെ പെറ്റമ്മയായതുകൊണ്ടും നമുക്ക് ഭക്ഷണം വിളമ്പിത്തരുന്ന ഉണ്ടാക്കി തരുന്ന ഒരാളായത് കൂടിക്കൊണ്ടാണ് അല്ലെ? തീർച്ചയായിട്ടും നമുക്കങ്ങനെ ഭക്ഷണം തരുന്ന ആളുകളെ നമ്മൾ പലപ്പോഴും പറയും ദൈവതുല്യമായി കണ്ടു എന്നുള്ളത്. നിങ്ങൾ ദൈവതുല്യമായിട്ടൊന്നും കാണണ്ട, അമ്മ തുല്യമായിട്ടൊന്ന് കാണാൻ കഴിയുമോ? അത്രയേ ഉള്ളൂ. ഇവര് നല്ല ഉമ്മക്കുണ്ടായ മകളാണ്. തീർച്ചയായിട്ടും അവർ ആ ഒരു മൂല്യങ്ങൾ മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ടാണ് എൻ്റെ സൗഹൃദം, എൻ്റെ കൂടെ എന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത്. അമ്മ തരുന്ന അതേപോലെ തന്നെ അവർക്ക് അവരെ ഭക്ഷണം കൊടുത്തിരുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെ ചൂണ്ടിക്കാണിക്കേണ്ടത്. വേലക്കാരി എന്നതൊരു മോശം വാക്കായിട്ട് ആരും കാണരുത്. കാരണം അങ്ങനെയും ഒരുപാട് ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. വേടൻ എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ്. തൻ്റെ അമ്മ വേലക്കാരിയാണ് എന്ന് പറയുന്നതിൽ അദ്ദേഹത്തിന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഉപജീവന മാർഗം അവർ അധ്വാനിച്ച് ജീവിക്കുന്നു, അന്നം നൽകി ജീവിക്കുന്നു. അത് മനസ്സിലാക്കണം. ഒരാൾക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വലിയൊരു പുണ്യപ്രവൃത്തി വേറെ ഒന്നുമില്ല. അത് മനസ്സിലാക്കിയാൽ കൊള്ളാം. അപ്പൊ അമ്മേനെ കാണുമ്പോൾ വേടന്റെ അമ്മയാണ് അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു അല്ലേ? ആദ്യം അറിയില്ലായിരുന്നു. വീട്ടിലെത്തി കുറച്ചു കാലം എൻ്റെ കൂടെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞ്, പിന്നെ ഇത് എൻ്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ്, യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് വീഡിയോ കാണിച്ചു തന്നെ. അപ്പം അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കത് കാണാൻ കഴിഞ്ഞില്ല. നിർഭാഗ്യവശാൽ അവർക്ക് അതിനുള്ള ഭാഗ്യമില്ല. പക്ഷെ അവർ വിചാരിച്ചതുപോലെ തന്നെ ഒരു പാട്ടുകാരനായി കഴിഞ്ഞാൽ തൻ്റെ കുടുംബം രക്ഷപ്പെടും എന്ന് പറയുന്ന സത്യം. അയാളുടെ കുടുംബം രക്ഷപ്പെട്ടു. അയാളുടെ കുടുംബം രക്ഷപ്പെടുന്നതോടുകൂടി അയാളുടെ പാട്ട് ഹിറ്റാത്തതോട് കൂടിയിട്ട് ഒരുപാട് ആളുകളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള പകയും വെറുപ്പും അതൊക്കെ കുറഞ്ഞ് ഒരുപാട് ആളുകളുടെ ഉള്ളിലുള്ള യഥാർത്ഥ മനോഭാവം നമ്മൾ പുറത്തേക്ക് കണ്ടു എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വന്ന സിനിമയാണ് നരിവേട്ട എന്ന സിനിമ. ആ ഒരു സിനിമയിലൂടെ മുത്തങ്ങയിൽ നടന്ന നരനായാട്ടിനെ കുറിച്ചിട്ട് ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. പലപ്പോഴും പല ആളുകൾ അതിന്റെ വരികൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആ വരി ഒന്ന് വായിക്കാം. കാട്ടുമരത്തിന്റെ മനമുറിഞ്ഞേ, കാക്കി ഭൂതങ്ങൾ വന നിറഞ്ഞേ,
യന്ത്രത്തോക്കുകൾ മന്ത്രമോതുമ്പോൾ അമ്മ കിളി കരഞ്ഞേ. വനമകൾ ഒരുക്കി നിന്റെ മാറു തുളഞ്ഞല്ലോ, മനവും തകർന്ന് പേരും കാട് കരഞ്ഞല്ലോ. മലയിൽ ഉരുവെടുക്കും അരുവിളം നിറഞ്ഞ് അറുകം പുൽക്കരിഞ്ഞല്ലോ. പൂങ്കാവനത്തിലോ പോര്, അത് കാണാൻ കൊതിച്ചൊരല്ലമാര്. ഇന്ന് ചത്ത നീതിക്കൊപ്പം നേര് കുരുതിക്ക് കൂട്ടുനിന്നവരാര്. ഈ വരികള് കേട്ടിട്ടുണ്ടോ സംഘികളെ? ഈ കേൾക്കാത്ത ആളുകളൊന്ന് കേൾക്കണം. കാരണം അദ്ദേഹം ആർക്കും വേണ്ടിയൊന്നും പാടുന്നില്ല. അവൻ അവൻ്റെതായിട്ടുള്ള കുറച്ച് ആളുകൾക്ക് വേണ്ടി മാത്രം പാട്ടുപാടുന്നവനാണ് എന്ന രീതിയിലാണ് ചില സംഘികളും തമ്പുരാക്കന്മാരും പറഞ്ഞത്. അല്ലടോ, ഈ നാടിന് വേണ്ടി പാടിയിട്ടുണ്ട്. കാട് കട്ടവന്റെ നാട്ടിൽ ചോറു കട്ടവൻ മരിക്കും. ഓക്കെ, ഇവർക്ക് ആകെ സങ്കടമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് കുറച്ച് കമന്റുകൾ നോക്കിയാലോ. കുറെ എണ്ണത്തിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഇതോടുകൂടി നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. വൃത്തികെട്ടവൾ, മുസ്ലിങ്ങളെ പറയിപ്പിക്കാനായിട്ട് നാശം പിടിച്ച ഓരോ ജന്മങ്ങൾ. അവൾ മുസ്ലിങ്ങളെ നാണം കെടുത്തി എന്ന് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അവരുടെ വസ്ത്രത്തിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് കണ്ടെത്താൻ കഴിഞ്ഞോ? നിങ്ങളുടെ വിശ്വാസപ്രകാരം അവൾ ഔറത്തൊക്കെ മറച്ച ഒരു സ്ത്രീയാണ്. സ്വന്തം പെറ്റ അമ്മയെ കുറിച്ചിട്ട് എത്ര വരികൾ എഴുതിയതാ, എത്ര പാട്ട് പാടിയതാ, എത്ര ഇടങ്ങളിൽ പറഞ്ഞതാ. അദ്ദേഹത്തിന് അത്ര ഇഷ്ടമുള്ള ഒരു കാര്യം സ്വന്തം ഉമ്മയുടെ, സ്വന്തം അമ്മയുടെ ഫോട്ടോ കൊണ്ടുകൊടുത്ത ആ ഒരു സ്ത്രീ മുസ്ലിങ്ങളെ എങ്ങനെയാണ് നാണം കെടുത്തുന്നത്? ഒരിക്കലുമല്ല. അമ്മ എന്ന വാക്കിന്റെ ആ മഹത്വം അറിയുന്ന ആ ഒരു സ്ത്രീ അത് കൊണ്ടുകൊടുത്തതിന് നിങ്ങൾ അഭിമാനിക്കുകയാണ് വേണ്ടത്. അവർ പഠിച്ചെടുത്ത ആ ഒരു മതമൂല്യത്തിൽ നിന്ന് കൊണ്ട് തന്നെ ഒരു പക്ഷേ, എനിക്കങ്ങനെ പറയണം വലിയ ആഗ്രഹമൊന്നുമില്ല, ഒരു മനുഷ്യത്വമുള്ള സ്ത്രീ അത് ചെയ്തു എന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ അങ്ങനെ വലിയ മനോഭാവത്തോട് കൂടിയിട്ട് ഭയങ്കര ഇസ്ലാമോഫോബിയായി നിൽക്കുന്ന ഒരാളുകളോട് എനിക്ക് അങ്ങനെ പറയേണ്ടി വരിക. അവർ മദ്രസയിൽ നിന്നോ അല്ലെങ്കിൽ അവർ ജീവിതത്തിൽ നിന്നോ പഠിച്ചെടുത്ത ആ മൂല്യങ്ങളാണ് അവരവിടെ കാണിച്ചത്. സ്വന്തം അമ്മയുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊണ്ടു കൊടുക്കുമ്പോൾ അയാളുടെ സ്നേഹം, അയാളുടെ സങ്കടം അത് ആ മുഖത്ത് നിന്ന് വായിക്കാൻ കഴിയും. അത് മനസ്സിലാക്കുക. അനാഥരായ ആളുകളെ ചേർത്ത് വെക്കുന്നവർക്ക് സ്വർഗം കിട്ടും. ഖുറാനിലുണ്ട്, നോക്കൂ. ഈ കമന്റ് ഒന്ന് നോക്കിയേ. അമ്മയുടെ ഫോട്ടോ കണ്ടിട്ട് യാതൊരു പ്രതികരണവും അവനില്ല, അവന് തന്നെ സംശയമായി എന്നുള്ളത്. അമ്മയ്ക്ക് പറക്കാത്തവരായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ പല കമന്റും ഇടാം. തീർച്ചയായിട്ടും പറയുന്നില്ല. എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. നമ്മൾ തെറ്റ് പറയാൻ പാടില്ലല്ലോ. അയാൾ ആ ഒരു നിമിഷം സ്തംഭിച്ചു പോയി എന്നുള്ളതാണ്. അയാൾ ആ ഒരു നിമിഷം ആകെ വിഷമിച്ചു, ആകെ സന്തോഷിച്ചു, ആകെ പരിഭ്രാന്തനായി. ഒരു വല്ലാത്ത അവസ്ഥയാണ്. നിങ്ങൾക്ക് ആ അവസ്ഥയിലൂടെ കടന്നു പോകാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പല തന്തയില്ലാ കമന്റുകളും ഇടാം. അത്ര തന്നെ. ലഹരിയെ ഉപയോഗിക്കുന്നവൻ എത്ര നന്മ ചെയ്തിട്ടും കാര്യമില്ല. കാരണം ഇവനെ പോലെ ഉള്ളവർ ലഹരി ഉപയോഗം നിർത്തിയാൽ കുറെ പേർ രക്ഷപ്പെടും. അതെന്താണ് നീ അങ്ങനെ ഒരു ഡയലോഗ് അടിച്ചത്? അവൻ ലഹരി ഉപയോഗിക്കൂ എന്ന് ഏത് സ്റ്റേജ് പ്രോഗ്രാമിലാണ് പറഞ്ഞിട്ടുള്ളത്? ഒരു സ്റ്റേജ് പ്രോഗ്രാമിലും അയാൾ ലഹരി ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ചെയ്യരുത് മക്കളെ, ചേട്ടനൊരു തെറ്റുപറ്റി ഞാൻ തിരുത്തുമെന്നാ പറയുന്നത്. അതിനാണ്, എന്താണ് ഇയാളുടെ പേര്, മുഹമ്മദ് ഷഹനാസ്, കൊള്ളാട ചേട്ടാ. ഞാനും അവന്റെ ഫാൻസ് ആയിരുന്നു. അവൻ പറയുന്നതൊക്കെ പാടെ വിശ്വസിച്ച്, പക്ഷേ ഇവൻ വൃത്തികെട്ട സ്വഭാവമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ചതിച്ചതുപോലെ ഒരു ഫീല്. നാട് നന്നാവണം, നാട്ടുകാർ നന്നാവണം, ലഹരിയെ കേരളത്തിൽ നിന്ന് അകറ്റണം. തീർച്ചയായിട്ടും അയാളുടെ വാക്കുകളിൽ ലഹരി അകറ്റി നിർത്തണം എന്ന് തന്നെയാണ്. നാട് നന്നാവണം, നാട്ടുകാർ നന്നാവണം, തെറ്റ് പറ്റിയവരൊക്കെ അത് തിരുത്തുകയും വേണം. ഓക്കെ, നിനക്കുള്ള മറുപടി ഇനി കൂടുതൽ തരാൻ അറിയാനിട്ടല്ല, വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. സംഗീതം ഹറാമായ മൂരികളെ മുഴുവൻ തന്റെ ആരാധകരാക്കി മാറ്റിയ വേടൻ ജിക്ക് ശതകോടി അഭിനന്ദനങ്ങൾ. അനന്ത, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്നെപ്പോലെയുള്ള ആളുകൾക്കെതിരെ ശബ്ദിക്കാൻ, ഈ രാജ്യം ഇനിയും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ ഏതു മാധ്യമവും സ്വീകരിക്കാം, ഒരു പ്രശ്നവുമില്ല. സംഗീതം ഹറാമാണെങ്കിൽ ആ ഹറാമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നേരെ പ്രവർത്തിക്കുന്ന ആളുകളുടെ മുന്നിൽ മൂർച്ചയുള്ള വാക്കുകളായിട്ട് ശരം മെയ്യാൻ വേടനെ പോലെയുള്ള ആളുകൾ മുന്നോട്ട് വരുമ്പോൾ അത് കൂട്ടുപിടിക്കുന്നതിന് തെറ്റില്ല. സ്വന്തം രാജ്യത്തിന് വേണ്ടി ജീവൻ പോലും ത്യജിക്കണമെന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു സമരം ഇങ്ങനെ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. സ്വാതന്ത്ര്യം അത് കിട്ടിയിട്ടില്ല മോനെ. സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിൽ നിന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും എവിടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത്? കിട്ടിയിട്ടില്ല. കിട്ടുമ്പോൾ പറയാം കേട്ടോ. നീ ഇപ്പൊ കിടന്ന് കുരക്കേ. ഈ സ്ത്രീ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഈ സ്ത്രീക്ക് ഇവർക്ക് ഗാർഡന്റെ നമ്പർ കിട്ടുമല്ലോ, അവന്റെ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ പോരെ? ഇതെല്ലാം പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. പോടാ എന്റെ പൊന്ന് ചട്ടായി. എന്താ പേരെന്താണ്? ഫത്താഹ് മലപ്പുറം. എടാ ഫത്താഹേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ആ ഒരു സ്ത്രീ വേടന്റെ അച്ഛനെ വിളിച്ച് കാര്യം പറയുന്നുണ്ടായിരുന്നു. പറഞ്ഞത് നീ കേട്ടിട്ടില്ലായിരിക്കാം. പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞ വാക്കാണ്, നീ അത് അവനെ സ്റ്റേജിൽ നിന്ന് തന്നെ കൊടുക്കാം. അങ്ങനെയാണ് ആ സ്ത്രീ കൊണ്ടു കൊടുക്കുന്നത്. അല്ലെങ്കിൽ അത് ആരും അറിയാതെ കൊണ്ടു കൊടുക്കാമായിരുന്നു തീർച്ചയായിട്ടും. പക്ഷെ
അവിടെ ആ അച്ഛൻ പറഞ്ഞ വാക്ക് അവർ കേട്ടു. അതിൽ യാതൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നിരന്തരമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് വേടന്റെ അമ്മയെ കുറിച്ചിട്ടൊക്കെ. വേടന്റെ അമ്മയെ നമുക്ക് ആ വേദിയിലൂടെ കാണാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യമാണ്, മഹാഭാഗ്യമായിട്ടാണ് ഞാനൊക്കെ കാണുന്നത്. പാട്ടും കൂത്തും ഒക്കെ ആയി നടന്നാൽ സ്വർഗത്തിൽ പോകില്ല താത്ത. ഇവര് പാട്ടും കൂത്തുമായി നടക്കുന്നത് നീ എവിടെയാണ് കണ്ടത്? ഇവിടെ വേടന്റെ അമ്മ തന്റെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയാണ്, തനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ്. ഞങ്ങൾ നല്ല സൗഹൃദമായിരുന്നു. അവരുടെ ഫോട്ടോ അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകന് കൊടുക്കാൻ വേണ്ടി വന്നതിൽ എവിടെയാണ് പേക്കൂത്തുകൾ നീ കണ്ടത്? എവിടെയില്ല. അമ്മയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുമ്പോൾ അത് കേൾക്കാനും ആ ഫോട്ടോ കാണുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വികാരത്തെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് പറയാൻ തോന്നുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കൊള്ളാം. എന്നാലും എന്റെ തൃശ്ശൂർക്കാരെ, നിങ്ങൾ ചെയ്തത് വല്ലാത്തൊരു ചെയ്തായി പോയി. ഈ വേട്ടാവളിയൻ ഇങ്ങനെ ഒരു മണ്ടനായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ പോയല്ലോ. റഫു വ്ളോഗേ, ഒരു കാര്യം മനസ്സിലാക്കണം. നിന്നെ പെറ്റതിൽ നിന്റെ മാതാപിതാക്കൾ ഇപ്പൊ കിടന്ന് വിലപിക്കുന്നുണ്ടാവും. കാരണം ഈ നാടിനും നാട്ടുകാർക്കും സ്വന്തം വീട്ടുകാർക്കും ഒരു ഗുണവും ഇല്ലാതെ ഇങ്ങനെ കിടന്ന് ഓരോന്ന് കുരയ്ക്കുന്നുണ്ടല്ലോ. അത് തന്നെ. തൃശ്ശൂർക്കാർക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല, തൃശ്ശൂരുകാർക്കും മലയാളികൾക്കും ഒരു തെറ്റ് പറ്റിയിട്ടില്ല. പക്ഷെ ചില സംഘികൾക്കും തമ്പുരാക്കന്മാർക്കും നല്ല തെറ്റുകൾ പറ്റുന്നുണ്ട്. അത് ചൂണ്ടിക്കാണിക്കുന്ന വേടനെ ഞങ്ങൾ ചേർത്ത് വെക്കും, നീ ചേർത്ത് വെക്കേണ്ടട പുല്ലേ. പുതിയ ഉടായിപ്പ്. വേടന്റെ അമ്മയെ അവന്റെ മതക്കാർക്ക് അറിയുമല്ലോ, അവന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അയാൾ എന്തുകൊണ്ട് അവന്റെ അമ്മയുടെ ഫോട്ടോ കൊടുത്തില്ല? വേടന്റെ അമ്മയെ കേരളത്തിൽ അറിയുന്ന ഒരേ ഒരാൾ താത്ത മാത്രമോ? വേടന്റെ അച്ഛൻ ഫോട്ടോ താത്തയുടെ കയ്യിൽ പോയി കൊടുത്ത്, വേടന്റെ അച്ഛ, നിങ്ങളൊരു ഒന്നൊന്നര അച്ഛനാണ്. എന്റെ പൊന്നു മോനെ, വീഡിയോ കണ്ടിട്ട് പോലും നിനക്ക് തലയിലേക്കൊന്നും കയറുന്നില്ലെങ്കിൽ നീ മഞ്ഞപ്പിത്തം പിടിച്ച ആളുകളെ പോലെ നോക്കുന്നത് കൊണ്ടാ. നീ ആ ഒരു വർഗീയതൊക്കെ ഒന്ന് മാറ്റി വെച്ച് വേടനെ ഒക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ടൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് അതിൽ നിന്നും യാതൊരു തെറ്റൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത് തീട്ടം തിന്നുന്നവന് വളിപപ്പെടെന്ന് പറഞ്ഞ പോലെയാണ് നിന്റെ അവസ്ഥ. കൊള്ളാടാ. ആ ചെക്കനെ നാണം കെടുത്താൻ മനഃപൂർവ്വം ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ആ ചെക്കനെ നാണം കെടുത്തുന്നത് മനസ്സിലാവുന്നില്ല. ആ ചെക്കനെ ആളുകളുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് വീണ്ടും വീണ്ടും സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ആ ഒരു സ്ത്രീ ചെയ്തു വെച്ചിട്ടുള്ളത്, ആ ഒരു താത്ത ചെയ്തു വെച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ താത്ത താത്ത എന്ന് വിളിക്കുമ്പോൾ ഒരു സമൂഹത്തെ മൊത്തം നിങ്ങൾ അടിച്ച് ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ താത്ത എന്ന വാക്കുകൊണ്ട് സ്നേഹം മാത്രമേ ഞങ്ങൾക്ക് തോന്നുള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വർഗീയത ഞങ്ങളുടെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടേ താത്ത എന്ന് കേൾക്കുമ്പോഴും ഉമ്മ എന്ന് കേൾക്കുമ്പോഴും അമ്മ എന്ന് കേൾക്കുമ്പോഴും ഉപ്പ എന്ന് കേൾക്കുമ്പോഴും ഒക്കെ ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒന്നും സംഭവിക്കുന്നില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. ആ വാക്കുകൾക്കൊക്കെ സ്നേഹമുണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മള് പ്രായത്തിൽ മൂത്ത ആളുകൾ ബഹുമാനാർത്ഥം വിളിക്കുന്നതാണ് ചേച്ചി എന്നും താത്ത എന്നും ഉമ്മ എന്നും ഒക്കെ അല്ലേ. അത് മനസ്സിലാക്കിയാൽ കൊള്ളാടാ. ഇവളുടെ വീട്ടിൽ ഇവൾ മാത്രമാണോ ഉള്ളത്? ആണുങ്ങൾ ഇല്ലേ? എന്താ അങ്ങനെ ചോദിച്ചാണാവോ? ഇങ്ങനെ വന്നാൽ പുതിയ കസ്റ്റമറെ കൂട്ടും, അതാണ് താത്ത വന്നത്. എന്താടാ, എന്താ പേര്? റംല കാസിമിന്റെ പൊന്ന് താത്ത, നിങ്ങൾ വല്ലാത്തൊരു താത്തയാണ് താത്ത. ഞാൻ ഒന്നും പറയുന്നില്ല താത്ത. മുസ്ലിങ്ങൾ എന്തിനാണ് ഇവനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്? അതാണ് മനസ്സിലാക്കാത്തത്. നിങ്ങൾ അത് മനസ്സിലാക്കാൻ നടക്കണ്ട. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയായി, ഈ ഹൈന്ദവ സമുദായത്തിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒന്ന് പരിശോധിക്കുക, പഠിക്കുക. കഴിയുമെങ്കിൽ 2 പോസ്റ്റോ ഒരു വീഡിയോ ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്ക്. എന്തുവാടേ. ഒപ്പം കുറച്ച് കഞ്ചാവ് കൂടി കൊടുക്കാമായിരുന്നു താത്ത. ഓരോ ജന്മങ്ങള്. സുബൈറേ, എന്റെ പൊന്ന് സുബൈറേ, നിന്റെ ഈ മുഖംമൂടി അണിഞ്ഞ ഐഡിയിലൂടെ നിനക്ക് പലതും പറയാൻ കഴിയും. നിന്നെ കുറിച്ച് നാട്ടിലെ ചിലപ്പോൾ ഇറങ്ങി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ കഴിയുക ചിലപ്പോൾ വേടൻ ചെയ്ത തെറ്റ് അവനെ തിരുത്തി നീ തിരുത്താത്ത ഒരുപാട് ഊളത്തരങ്ങൾ ചെയ്യുന്നുണ്ടാവും. അത് മനസ്സിലാക്കുക. ഞാനത് നിർത്തി എന്ന് പറയുമ്പോൾ അത് നിർത്തി എന്ന് തന്നെയാണ്. നീ നിന്റെ കാര്യം നോക്കി പോ മോനെ ദിനേശ. താത്തച്ചിയെ എങ്ങനെ ഒപ്പിച്ചു 3/4 പേരെന്താ? ഓ, 2021. സ്വന്തമായി പേര് പോലും ഇല്ല. അതായത് തന്തയാരാണെന്ന് പോലും അവൻ അറിയില്ല. അതിനുള്ള മറുപടി കൊടുക്കണ്ട. വെറുതെ അല്ല അവൻ പാകിസ്ഥാൻ പ്രേമിയായത്. എന്റെ പൊന്നു ചേട്ടാ, അവൻ എവിടെയാണ് പാകിസ്ഥാൻ സ്നേഹിയായത്? പാകിസ്ഥാൻ സ്നേഹിയായത് സംഗീച്ചേച്ചിയായിട്ടുള്ള നിങ്ങളുടെ ശശികല മേഡമാണ്. അത്രമാത്രം ഇന്ത്യക്കാരാണോ അത്രമാത്രം പാകിസ്ഥാനോട് നമുക്കൊക്കെ സ്നേഹമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ, അവസരം കിട്ടിയ. കാരണം എന്റെ വേദങ്ങൾ പറഞ്ഞ പുണ്യഭൂമിയാണ്. അപ്പോൾ എനിക്കതിനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. ഞാൻ എത്രമാത്രം വല്ലപ്പോഴേ സ്നേഹിക്കുന്നു അത്രമാത്രം എന്നെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്റെ മനസ്സിൽ സ്ഥാനം. നിങ്ങൾ നിങ്ങളുടെ നേതാവിനെ കുറിച്ചിട്ടൊന്ന് പറയണം കേട്ടോ. എന്നിട്ട് ഒരു കേസും കാര്യങ്ങളും കൊടുക്കുക. ഇന്ത്യയിൽ നിന്നുകൊണ്ട് പാകിസ്ഥാനിലേക്ക് പോകണം, പാകിസ്ഥാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ ശശികല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉടായിപ്പറ്റി പോടാ. എന്ത് നിലയിൽ? കേരളത്തിൽ കൊച്ചുകുട്ടികളെ വരെ വർഗീയത വളർത്തുന്ന മാഷ് ഇനി പാഠപുസ്തകത്തിൽ ഇവന്റെ വർഗീയത പട്ടുവരും. നമ്മുടെ നാടിന്റെ ഒരു വളർച്ച. പേര് നോക്കട്ടെ, സജിത് കുമാർ. വാലൊന്നും കാണുന്നില്ലല്ലോ. തമ്പുരാക്കന്മാരെ കുറിച്ചിട്ടാണല്ലോ ചേട്ടാ മേഡം ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്റെ വാലൊന്നും കാണാനില്ല. ഇവിടെ എന്ത് വർഗീയതയാണോ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ വർഗീയതകൾക്കെതിരെ സംസാരിക്കണമെന്ന് യുവജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. പേരിന്റെ തറ്റത്ത് വാല് വെക്കുന്നത് വർഗീയതായിട്ടൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ അതെന്റെ അടയാളമാണ്, അതെന്റെ ജാതിയാണ് എന്ന് പറഞ്ഞ് നടക്കുമ്പോഴേ പ്രശ്നമുള്ളൂ.
അതായത് എൻ്റെ ജാതി മുതിർന്നതും മറ്റുള്ള ജാതി താഴെയാണെന്ന് തോന്നുന്ന ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. ജാതീയപരമായിട്ടുള്ള ഒരു വേർതിരിവുകൾ ഉണ്ടാവരുത്, വർണ്ണവിവേചനം ഉണ്ടാവരുത്, എല്ലാവരും രാഷ്ട്രീയക്കാരാവണം. ഏത് രീതിയിൽ കൊട്ടിപ്പിടിച്ചുകൊണ്ട് അടിമത്തം വഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങളാവുക എന്നല്ല പറഞ്ഞത്. എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയം വേണം, ആ രാഷ്ട്രീയം തുറന്നു കാണിക്കുകയും വേണം, അക്രമങ്ങൾക്കെതിരെ അതിക്രമങ്ങൾക്കെതിരെ പ്രതിരോധിക്കുകയും വേണം. ഇതേ വേണം പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾക്ക് അതാ മനസ്സിലായത്. ന്യൂ ജനറേഷനെ ഒരു വർഗീയത അദ്ദേഹം പറഞ്ഞിട്ടില്ല. ശശികല മാഡത്തിന്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ ഏകദേശം മനസ്സിലാവും ആരാ പറയുന്നുള്ളത് കേട്ടോ. പർദ്ദ മാറ്റി പറമോളെ, സമുദായത്തിന്റെ പേര് കളയാൻ ഓരോ ജന്മങ്ങള്. പർദ്ദ മാറ്റി കളയാനാ? എന്തിനാണ്? അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവർ ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത്. ആ പർദ്ദയുടെ മഹത്വം ഒക്കെ ഈ വീഡിയോയിലൂടെ ഞങ്ങൾ കണ്ടു. കാരണം അവരൊരു വൃത്തികേടും കാണിച്ചിട്ടില്ല. ആകെ ചെയ്തിട്ടുള്ളത് അമ്മ എന്ന വാക്കിന്റെ ആ മൂല്യം മനസ്സിലാക്കുന്നു, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട തന്റെ അമ്മയുടെ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുക്കുന്നു, എത്രേ ചെയ്തിട്ടുള്ളൂ. അതിനെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളതാ. ഇത് മതം ഓവറായി തലക്കടിച്ച ആളുകൾ പലതും പറയും. വേടൻ അമ്മയെ കുറിച്ച് പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാം. എന്റെ അമ്മയെ പറ്റി ഞാനൊരു കവിത ചൊല്ലട്ടെ. കോൺക്രീറ്റ് വനത്തിനോരത്തില് നവീന അടിമകൾ വാഴും നരകം പോലൊരു ഇടത്തില് എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി, അവളെ ജാഫ്നയിൽ നിന്നാരോ തുരത്തി, അവളിൻ ഉദരത്തിൽ നിന്നും ഉരുവെടുത്തത് പരുത്തിയല്ലോ എരിക്കും തീ, വിരൽ പിടിച്ചൊന്നും നടത്തിയില്ലല്ലോ എന്നെ തെരുവിൽ തനിയെ നിർത്തി, തെരുവിൽ പസിയിൽ മരിച്ച ഇളമനസ്സുകൾ വിളനിലങ്ങളായി മാറുമല്ലോ, കാലം പല കടന്നവർ വാഴുമല്ലോ. ഇത് കേക്ക്, പല തലമുറകളിൽ കാതിൽ കവിതകൾ ഓതി വിധികളെ മാറ്റുമല്ലോ. ഓഹ്, വാക്കിന്റെ അർത്ഥം മനസ്സിലായവർക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. ഇനി മനസ്സിലായില്ലെങ്കിൽ ഒരു ചെറിയ കാര്യം ഞാൻ കാണിച്ചു തരാം. വേടൻ തന്റെ അമ്മയെ അടയാളപ്പെടുത്തുന്നത് എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി, അവളെ ജാഫ്നയിൽ നിന്ന് ആരോ തുരത്തി. ജാഫ്ന ശ്രീലങ്കയുടെ തലസ്ഥാനമാണെന്നും ശ്രീലങ്കയിൽ നിന്ന് പലായനം ചെയ്യപ്പെടേണ്ടി വന്ന അഭയാർത്ഥികളിൽ ഒരുവളാണ് തന്റെ അമ്മ. അടുത്ത വരിയുണ്ടല്ലോ, ഒരുത്തി എന്നുള്ള കഴിഞ്ഞിട്ട് ആ ഒരുത്തി കല്ലുപോലൊരുത്തി, എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി, അവളുടെ ഉദരത്തിൽ നിന്ന് ഉരുവം കൊണ്ടത് പരുത്തിയല്ലോ എരിക്കും തീ പോലൊരുത്തൻ. ആ മനുഷ്യൻ, ആ എരിക്കും തീ പോലെ ആ അഭയാർത്ഥിനിയായ സ്ത്രീ, ദലിതനായിട്ടുള്ള ഒരാളുടെ പിതൃത്വത്തിൽ നിന്ന് അഭയാർത്ഥിനിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ മാതൃത്വത്തിൽ നിന്ന് ഉരുവം കൊണ്ട് ആ എരിക്കും തീ പോലെ ഒരുത്തൻ എരിക്കുകയാണ് അവന്റെ വാക്കുകളിലൂടെ, അവന്റെ കവിതയിലൂടെ, പാട്ടിലൂടെ, സംഗീതത്തിലൂടെ. തീയാണ്, അക്ഷരാർത്ഥത്തിൽ തീയാണ്. ആ തീയാണ് ഈ കേരളത്തെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആ വരികളെ കീറി മുറിച്ചപ്പോ എനിക്ക് കിട്ടിയത് ഇതാ, ഇവർക്ക് കിട്ടിയതും ഇതാ. എന്താ? വേടൻ തീയാണ്. അവരുടെ വാക്കുകളിൽ കൃത്യമായിട്ട് ഒരു സാഹിത്യകാരന് മനസ്സിലാവുന്നതിനേക്കാൾ അപ്പുറം ഒരു സാധാരണക്കാരനും മനസ്സിലാവുന്നു എന്നുള്ളതാണ്. പല കവിതകളും സാധാരണക്കാർക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല, അത് വ്യാഖ്യാനിക്കണം. ഇവിടെ അദ്ദേഹത്തിന്റെ കവിതകൾക്ക് വ്യാഖ്യാനങ്ങൾ, സംഘികൾ പറഞ്ഞ വ്യാഖ്യാനങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. അത് വർഗീയത ഉണ്ടാക്കാൻ അവർ തന്നെ കണ്ടെത്തുന്ന, അവരുടേതായ രീതിയിൽ ഓരോന്ന് കണ്ടെത്തുന്നതാണ്. നേരെ തിരിച്ച് സാഹിത്യകാരും ബുദ്ധിയുള്ള, വിവേകമുള്ള, വിദ്യാഭ്യാസമുള്ള ആളുകൾ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ? ഓരോ വരികൾക്കും ഓരോ അർത്ഥമുണ്ട് എന്നുള്ളതാണ്. അത് നന്മയുടെ പാതയിലൂടെ തന്നെയാണ് നമ്മളെല്ലാവരും കണ്ടത്. പക്ഷെ തിന്മയുടെ പാത മാത്രം മതി ഞങ്ങൾക്ക് എന്ന് പറയുന്ന തമ്പുരാൻ തിട്ടൂരങ്ങൾ മാത്രം കേട്ട് വളർന്ന തമ്പുരാന്റെ കാലിൻ്റെ അടിയിൽ കിടന്നു കൊടുക്കുന്ന കുറെ എണ്ണത്തിന് അത് തീരെ ദഹിക്കില്ല, അല്ലേ? വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പാൾ സൈനിങ് ഓഫ്.